കുദാശയിലൂടെ ക്രിസ്ത്യാനിയായ നമ്മൾ ഓരോരുത്തരും പ്രത്യാശ ദീപശിഖ കെടാതെ കാക്കാൻ കടപ്പെട്ടവരാണ്. ഈ കാലഘട്ടത്തിന്റെ വിശ്വാസത്തിന്റെ എതിരായ എല്ലാ അതിക്രമങ്ങളെയും വെല്ലുവിളികളെയും നമുക്ക് മുമ്പേ നടന്ന പുണ്യാത്മാക്കളുടേതായ എല്ലാവരും നമുക്ക് നേരിടാം. താനുമായി വിശുദ്ധ കുർബാനയിലൂടെയും കുദാശയിലൂടെയും മുണ്ടം പിടിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാം. ഞങ്ങൾ അമ്മമാർ പ്രത്യാശയുടെ ദീപശിഖ കെടാതെ കാക്കാൻ കഴിവുള്ളവർ. ഞങ്ങൾ സഭയറിയാത്തവരെ, നിരാശയുടെ ആഴങ്ങളിൽ ആടിയിരിക്കുന്നവരെ, കരം പിടിച്ച് കരകയറ്റി കരുത്തു പകർന്ന് പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ പകർന്നു നൽകാൻ കഴിവുള്ളവർ. അതെ, ഞങ്ങൾ അമ്മമാർ കരുത്തുറ്റ പ്രത്യാശയുടെ തീർത്ഥാടകർ. നിങ്ങളോ കരുത്തുറ്റ പ്രത്യാശയുടെ തീർത്ഥാടകർ, നിങ്ങളോ കരുത്തുറ്റ പ്രത്യാശയുടെ സത്യാഗ്രഹർ. അഹങ്കാരം സഹോദരന്റെ സഹോദരിയുടെ കാണാത്ത എന്തിന് സ്വന്തം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ കരകയറാൻ ശ്രമിക്കാതെ ചുരുണ്ട് കൂടി പോകുന്ന നിങ്ങളോ പ്രത്യാശയുടെ സത്യാഗ്രഹർ. ഹേ മനുഷ്യ, അത് കഴിഞ്ഞുപോയ കാര്യം. ആദ്യ പാപം മനുഷ്യന് ശിക്ഷയായി ഭരിച്ചപ്പോൾ പിതാവായ ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം തിന്മയ്ക്കെതിരെ നന്മയുടെ പടച്ചട്ടകളിൽ പടയാണ് ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയുമായവൻ. അതാ വരുന്നു, കൺകുളിർക്കേക്കാണ്. നിങ്ങൾ എന്നെ ഓർത്ത് പറയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് പറയും. വിശ്വാസത്തിന് ഇടർച്ച സംഭവിച്ചോ? ചഞ്ചലപ്പെടേണ്ട. നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മോടൊപ്പമുണ്ട്. അങ്ങയുടെ വിളംബരം പിൻവലിക്കുന്നത് ഞാൻ അപേക്ഷിക്കുകയാണ്. സാധ്യമല്ല. നമ്മുടെ തീരുമാനം അന്ത്യമാണ്. നമ്മുടെ സാമ്രാജ്യം ക്രിസ്തുമതത്തെ അംഗീകരിക്കുന്നില്ല. ഓരോ ക്രിസ്ത്യാനിയും രാജ്യദ്രോഹികളാണ്. അവർ മരണശിക്ഷയ്ക്ക് അർഹരാണ്. ഈ ലോകം മുഴുവനും എനിക്ക് നൽകിയാലും ക്രിസ്തുവിന്റെ ദാസനായി ജീവിക്കാനാണ് എനിക്ക് അഭികാമ്യം. എന്റെ ഈ ശരീരത്തെ ദ്രോഹിക്കുവാനല്ലാതെ ആത്മാവിനെ നശിപ്പിക്കുവാനല്ലാതെ സാധ്യമല്ല, സാധ്യമല്ല. Oh
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മേ, എനിക്ക് മോഡലിൽ കേൾക്കുന്നു നല്ല അപകടം പിടിച്ച മേഖലയാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ നിനക്ക് സാധിക്കുകയില്ല. നീ ദൈവസ്നേഹത്തിൽ പറയുന്ന കുട്ടിയെ നമുക്കിത് വേണ്ട മോളെ. ഇല്ല അമ്മ, പപ്പിയുടെ മരണശേഷമുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമുക്കൊരു മോചനം വേണം. എന്റെ സഹോദരങ്ങൾക്ക് എനിക്ക് തുണയാകണം. പാടിയുള്ള ഈ ജീവിതം മടുപ്പായി അമ്മേ. നാളെ ഞാൻ പോകും. അമ്മ എന്നെ സന്തോഷമായി യാത്രയാക്കണം. അമ്മയ്ക്കതിന് സാധിക്കുകയില്ല. എങ്കിലും അമ്മ സർവീസിനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അങ്ങയുടെ അങ്ങയുടെ കീഴിൽ എന്റെ മകളെ നീ പൊതിഞ്ഞു കുടിക്കണമേ. ചെന്നായ്ക്കളുടെ ഇടയിൽ അവൾക്ക് നീ കാവലായിരിക്കണമേ. മോളെ, ഇങ്ങനെ ഒരു മകളെ ഈ സമാജത്തിലെ ആവശ്യമില്ല. നിന്റെ പണവും ഈ ജീവിതത്തിനകത്ത് നേടി മോളെ. അത് നേടി ജീവിതത്തിന്റെ നിന്നിലുള്ള സ്നേഹ മൂല്യങ്ങളാണ്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജയിക്കുന്നവരായി വിശ്വാസമാകുന്ന തോണിയിലേറി പ്രത്യാശയുടെ തീരം ലക്ഷ്യമാക്കി നമുക്ക് തുഴഞ്ഞു നീങ്ങാം. വിശ്വാസം